സേതു സേതു, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. ഇതിനു വേണ്ടിയിട്ടാ അവന്റെ അപ്പച്ചനെ കൊന്ന് കടലിൽ തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ന് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചിയെ എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചെ തമ്പുരാട്ടിയെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനയെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചിയമ്മ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയെ മടങ്ങി വരുന്നവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. എന്റെ ജീവൻ കാക്കുന്ന പോലെ നീ ഇത് കാത്തു സൂക്ഷിക്കണം. ആൻഡ്രൂ, എടാ നീ പേടിക്കണ്ട, ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം, 2 ദിവസം, അങ്ങനെ ദിവസങ്ങൾ എണ്ണി ഞാൻ അവനെയും കാത്തിരുന്നു. ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു, കടൽക്കരയിൽ ഒരു മൃതദേഹം വന്നടിഞ്ഞിരിക്കുന്നു. ഞാൻ മടങ്ങി വരൂടാ. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞു പോയി. ആരാത്? ആൻഡ്രൂസ് അല്ലേ അത്? ആൻഡ്രൂ, ദൂരെന്ന് നടില് കണ്ടപ്പോ എന്റെ ആൻഡ്രൂസ് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ ആൻഡ്രൂസിന്റെ അടുത്ത് നിന്ന് വരിക. കൂട്ടുകാരനാ സേതുമാധവൻ. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടതാ. അപ്പോ ഈ ക്രിസ്മസിനും അവൻ വരില്ല അല്ലേ? സന്ധ്യയ്ക്ക് മുമ്പ് അവൻ ഇങ്ങ് എത്തുമെന്ന് ഞാൻ കരുതി. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു, വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ. മോൻ വാ. നിന്റെ അമ്മച്ചിയെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ ആൻഡ്രൂസ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ജീവന്റെ വിലയാണെന്നും ഇനി നിന്നെ കാത്തിരിക്കേണ്ടെന്നും ഒക്കെ പറയാൻ എനിക്ക് വയ്യ. പറയാ ആൻഡ്രൂസ്, ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നീ തന്നെ പറ. വിപ്ലവ്,
ആനി. ആനി ഇനി അവന് വേണ്ടി കാത്തിരിക്കരുത്. ആനി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സേതു, എന്താ ഇത്? ലൈറ്റ് ഒന്നും വിടാതെ ഇരുട്ടത്തിരിക്കണേ? ഒന്നുമില്ല. വരൂ, വല്ലതും കഴിക്കാം. അപ്പച്ചന്റെ കുഴിമാടത്തിനരികിൽ അമ്മച്ചി ആൻഡ്രൂസ് മടങ്ങി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മച്ചിയുടെ കണ്ണീരും കാത്തിരിപ്പും ഒക്കെ കാണുമ്പോ എന്റെ ഉള്ളിൽ കരയുകയാണ്. ദൈവമേ, ഞാൻ എന്ത് ക്രൂരതയാണ് അമ്മച്ചിയോട് ചെയ്യുന്നത്? സത്യവാനി, അവനും അവന്റെ ആൾക്കാരും ഇപ്പൊ എന്റെ പിന്നാലെയുണ്ട്. ഇനിയും ഞാനിവിടെ നിന്നാൽ അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവും. എനിക്കറിയാം, അവന് വേണ്ടത് ഞാനുമല്ല അമ്മച്ചിയുമല്ല, ആൻഡ്രൂസ് എന്നെ ഏൽപ്പിച്ച പെട്ടിയാണ്. അവന്റെ ജീവനെ പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ അത്. ഇനി അത് ആനി സൂക്ഷിക്കണം. ഞാൻ ഇനി അത് അമ്മച്ചി ഏൽപ്പിച്ചിട്ട് പോയാൽ അത് മതി അമ്മച്ചിയുടെ ജീവൻ കൂടി അപകടത്തിലാവാൻ. അതുകൊണ്ടാ ഹോനായി മരിച്ചു എന്നറിയുന്നത് വരെ, അല്ലെങ്കിൽ ആനിക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടാകുന്നത് വരെ അത് അമ്മച്ചിയുടെ കയ്യിൽ ചെന്ന് ചേരരുത്. ഞാനിപ്പോ പോകുന്ന അവന്റെ അടുത്തേക്കാ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ, ആരെങ്കിലും ഒരാളെ ഇനി ഈ നാട്ടിലേക്ക് മടങ്ങി വരും. ഞാൻ വരും അമ്മച്ചി, എത്രയും പെട്ടെന്ന് മടങ്ങി വരും. ഇപ്പോ പോവാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ. വരട്ടെ അമ്മച്ചി. സേതു, മോനിപ്പോ ആൻഡ്രൂസിന്റെ അടുത്തേക്കല്ലേ പോണേ? അവനോട് മോൻ പറയണം എത്രയും പെട്ടെന്ന് ഇങ്ങ് പോരാ. ജോൺ ഹോനായ്, ഞാനാ സേതു. നീ അന്വേഷിച്ച് നടക്കുന്ന സേതുമാധവൻ ഞാനാണ്. ഇതിനു വേണ്ടിയല്ലേ നീ ആൻഡ്രൂസിനെ കൊന്നത്? ഇപ്പൊ എന്നെ കൊല്ലാൻ നടക്കുന്നത്. ഇനി നീ ആരെയും കൊല്ലണ്ട. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ, കൊണ്ടുപോയിക്കോളൂ. ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. പക്ഷേ
അമ്മച്ചിയെ വെറുതെ വിട്ടേക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിപ്പോണം. എനിക്കവരെ പേടിയാ. സേതുവിന്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് മായയോടൊപ്പം കൂടിയിട്ടില്ലേ അവരെ. ആൻഡ്രൂസിനെ കൊന്നിട്ടും സേതുവിനെ കൊന്നിട്ടും കയ്യിൽ കിട്ടാത്ത ആ നിധി മായ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമെന്ന് അവർ കരുതി കാണും. അതുകൊണ്ട് മായ ഇനി അവരാരെയും കാണരുത്. പിന്നെ ഈ കഥകളൊക്കെ അമ്മച്ചി അറിയാതിരിക്കാനും മായ ഇവിടുന്ന് പോയേ മതിയാവൂ. പോകുക. അതിനു മുമ്പ് ഞാൻ അവരെ ഒന്നുകൂടി കാണും. തനിച്ചല്ല, പോലീസുമായിട്ട്. അപ്പുക്കുട്ടൻ എവിടെ? അപ്പുക്കുട്ടൻ എവിടെന്നാ ചോദിച്ചത്? നിങ്ങൾ അവനെ എന്താ ചെയ്തത്? എന്താ ചെയ്തതെന്ന് കാണണോ? നിനക്ക് കാണണോടാ? അപ്പുക്കുട്ടന് നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവരൊന്ന് കാണും. എനിക്കറിയാം, ഞാൻ പറയാം, എനിക്കെല്ലാം അറിയാം, ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അവരെ കൊല്ലരുത്, ഞാൻ പറയാം. ഞങ്ങൾക്കറിയാതെ പറഞ്ഞില്ലേ? അവരെ പുറത്തെടുക്കുക, അവരെ പുറത്തെടുക്കണ, പന്നി. അവൻ ചത്തുപോടാ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയൂല.